Hello everyone, Fida, your mind and life transformational coach. മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ 9 ആണിന്ന്. അപ്പൊ എല്ലാരും ഡേ 1 മുതൽ ഡേ 8 വരെ കംപ്ലീറ്റ് ആയി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എന്നും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നും ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ നമ്മളുടെ ചാനലില് ഡേ 1 മുതലുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡേ 1 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡേ 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ 2 അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി കിട്ടുക. നിങ്ങൾക്ക് ആ കണ്ടിന്യൂറ്റി ആയിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഒരു ഗൈഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഫോളോ അപ്പിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെയുള്ള ഫ്രീ സെഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ എല്ലാ അപ്ഡേറ്റ്സും അവിടെയാണ് അറിയിക്കുന്നത്. അപ്പോൾ നമ്മളെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ 9 ആണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ് നമ്മളെ ലൈഫിൽ അബൻഡൻസ് ആയിട്ട് മണി കടന്നു വരണം എന്നുള്ളത്. ധനത്തിന്റെ ആവശ്യകത ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും മണി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇഷ്യൂസും ഒരുപാട് അനുഗ്രഹങ്ങളും നേടിയിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് നമ്മളെ കയ്യിലേക്ക് ധനം കടന്നു വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡ് ആവണം. നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ള ധനത്തിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ആവണം. നമ്മൾ ഉള്ളതിൽ പരാതി പറയും കുറ്റം പറയുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് അതിൽ അബൻഡൻസ് ഉണ്ടാവുകയില്ല. ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ വേർഡ് തന്നെ ഒരു മാജിക് ആണ്. അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ മാജിക് സംഭവിക്കും എന്നുള്ളതാണ്. അബൻഡൻസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രേറ്റ്ഫുൾനെസ് ലൈഫിൽ കൊണ്ടുവരുത്തുക എന്നുള്ളതാണ്. ലൈഫിന്റെ ഏത് ആസ്പെക്ട്സിലും നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. മൈൻഡുമായി ഞാൻ പറഞ്ഞല്ലോ, മണി റിലേറ്റഡ് ഇഷ്യൂസ്, മണിയുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പ്, ഇതെല്ലാം നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രാക്ടീസിനെ ഉപയോഗപ്പെടുത്താം. ഈ മണി പ്രാക്ടീസിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഈ മാജിക്കൽ മണിയെ പ്രാക്ടീസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഡേ 9 പ്രാക്ടീസ് വർക്ക്ഔട്ട് ചെയ്യുക. അതെങ്ങനെയാന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ബില്ല്, അതായത് നമ്മൾ പേ ചെയ്യാനുള്ള ബില്ലിനെ കണ്ടാൽ നമ്മൾ എപ്പോഴും അതിനെ കുറ്റം പറയുക ചെയ്യുക. നമ്മൾ ആ സർവീസ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ കറണ്ട് ബില്ല് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരാണെങ്കിലും തുടങ്ങി കഴിയും. കറണ്ട് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, നമ്മളെ ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് ഏതൊരു ബില്ല് കണ്ടാലും അതേപോലെ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എല്ലാ സാധനം, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും. പക്ഷെ ബില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളെ മുഖം ഒരു പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മൾ ബില്ല് ചെയ്യുന്ന ഒരു അവസ്ഥയും നമ്മൾക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ബില്ല് ചെയ്യുമ്പോൾ അവരെ മുഖം എപ്പോഴും സങ്കടപ്പെട്ടിട്ടുള്ള. അപ്പോൾ നമ്മൾ ഏതൊരു എന്താ പർച്ചേസിങ് സെന്ററിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒക്കെ ഉണ്ടാവും പേ ചെയ്യുന്ന ആളുകളുടെ മുഖമൊക്കെ വാടിക്കൊണ്ട്. കാരണം അത് കയ്യിൽ നിന്ന് പോവാനുള്ളതാണ്. ആ അവസരത്തിൽ എല്ലാവരുടെ മുഖം ഭയങ്കര സങ്കടത്തിലായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ പർച്ചേസ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. കണ്ണി കണ്ടതും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു ഒരു ചെറിയൊരു ആവശ്യത്തിന്റെ പുറത്തൊക്കെ നമ്മൾ സാധനങ്ങൾ അങ്ങനെ വാങ്ങിക്കൂട്ടും. പക്ഷെ ആ സമയത്ത് നല്ല പ്രസന്റ് ആയിട്ട് ചിരിച്ച് ഹാപ്പി ആയിരിക്കും. പക്ഷേ നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സിൽ ഭയങ്കര സങ്കടമായിരിക്കും. കാരണം കയ്യിൽ നിന്ന് പോവാനുള്ളതാണല്ലോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മളെ കയ്യിൽ നിന്ന് ഒരു പൈസ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ആവശ്യങ്ങൾ ഇങ്ങനെ കുന്നുകൂടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോഴൊക്കെ നമ്മൾ അതായത് നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ പിരിമുറക്കം സംഭവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ കൊടുക്കുമ്പോ നമുക്കൊരു പ്രയാസം നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളിലേക്ക് അത് തിരിച്ചു വരൂല എന്നുള്ളതാണ്. നമ്മൾക്ക് അത് ഇരട്ടിയായി നമ്മളിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ധനത്തിന്റെ കേസിൽ ധനത്തിന്റെ ഒരുപാട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വരും സെഷനിലായിട്ട് വരും വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ ഈ മണിയുമായിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെ റീപ്രോഗ്രാം ചെയ്യാനും ഇത്തരത്തിലുള്ള വീഡിയോസും പ്രാക്ടീസുകളും നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മണി ഉപയോഗിക്കും. ആവശ്യപ്പെട്ട സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ ഹാപ്പി ആണെങ്കിലും ബില്ല് അടക്കുമ്പോൾ നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഒരു ഡ്രസ്സ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ ഒരു ഷോപ്പിൽ പോയി, നമുക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സ്, നമ്മൾക്ക് മാച്ച് ആയ കളറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത അതുപോലത്തെ ഒരു ഡ്രസ്സ് കണ്ടു. പക്ഷെ നമ്മളത്
അതിന് പ്രൈസ് എത്ര പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. അതല്ലെങ്കിൽ നമുക്ക് പേ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര അതല്ലെങ്കിൽ നമ്മൾ അത് വാങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കത് ഇഷ്ടപ്പെട്ടും ചെയ്തു. പേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് ആ കടയിൽ അല്ലെങ്കിലും നല്ല പ്രൈസ് ആണ്, ആ കടയിൽ കുറച്ച് പ്രൈസ് കൂടുതലാണ്, ഇപ്പൊ ഒന്നുകൂടി കൂടിയിട്ടുണ്ട്, എന്താ അതായത് അത് വില വില നമ്മളിന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മൾ അത്തരത്തിലുള്ള ടോക്ക് നമ്മൾ ഇങ്ങനെ ചെയ്യും. പക്ഷെ നമ്മൾ അവിടുന്ന് കിട്ടിയിട്ടുള്ള സർവീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയില്ല. ഒരു ഡ്രസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു പഞ്ഞിന്നാണ് ആ ഡ്രസ്സ് പഞ്ഞി നൂലായിട്ട് അതിന്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരിക്കലും ഒരു നമ്മളൊരു 3500 ഒരു ഡ്രസ്സ് എടുത്തു എന്ന് വിചാരിക്കാം. പക്ഷെ ആ 3500 ആ പ്രൊഡക്റ്റ്. പല ആളുകളുടെ സർവീസ്, ആ പഞ്ഞി നൂലായി വരുന്ന പ്രോസസ്സ് പോലും ആ ഒരു യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് അത് പ്രോസസ്സ് ചെയ്തു നമ്മളെ കയ്യിലേക്ക് എത്തുന്നുണ്ട്. ഒരു 3500 പ്രൈസ് ആയിരിക്കില്ല ഒരിക്കലും അതിനുണ്ടാവുക. പക്ഷെ നമ്മൾ പേ ചെയ്യുമ്പോൾ 3500 കൊടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പരാതി പറഞ്ഞിട്ടാണ് അത് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ നമ്മൾക്ക് ആ ധനത്തിന്റെ ഒരു അബണ്ടൻസ് അവിടെ ഫീൽ ചെയ്യാൻ പറ്റൂല. അതുപോലെ നിങ്ങൾ ബില്ലുകളൊക്കെ നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ ബില്ലിനെ എങ്ങനെ കുറ്റം പറയാണ്, അതിന് കിട്ടിയുന്ന സർവീസിനെ നമ്മൾ ഒരിക്കലും തിങ്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ചെയ്യുന്നത്. നമ്മളിലേക്ക് ഉള്ള പണം പോലും നമ്മളിൽ നിന്ന് ഇല്ലാതായിരിക്കുക ചെയ്യുക. ആ കിട്ടിയ സർവീസിൽ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാതെ ആ ബില്ലിന് നമ്മളിങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പരാതി പറയാനുള്ള അവസരങ്ങളാണ് നമ്മളിലേക്ക് ഉണ്ടാവുക. നമ്മൾക്കൊക്കെ അറിയാം, നമ്മൾ റിച്ച് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. റിച്ച്നെസ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മതി. അതായത് ഉള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ അബണ്ടൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് എന്താന്ന് പറഞ്ഞാൽ, പ്രാക്ടീസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം. നമ്മൾ പേ ചെയ്ത ബില്ലുകൾ ഉണ്ടാവില്ലേ, അതെടുത്തുകൊണ്ട് അതിന്റെ പിറകിലെ താങ്ക് യു, അതായത് നമ്മൾ താങ്ക് യു ബില്ലിനെ കുറിച്ച് നമ്മൾ താങ്ക് യു പെയ്ഡ് എന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ്. നമ്മൾ ആ ബില്ല് നമ്മൾ പേ ചെയ്ത ബില്ലിൽ താങ്ക് യു പെയ്ഡ് എന്ന് എഴുതുക. അപ്പൊ ഒരു 10 ബില്ല് നിങ്ങൾ ഇപ്പൊ നമ്മളെ ബാഗിലൊക്കെ ഉണ്ടാവും, നമ്മളെ വാലറ്റിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ബില്ല്, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാവും കറണ്ട് ബില്ലൊക്കെ അടച്ചു വെച്ച ബില്ലുകളൊക്കെ ഉണ്ടാവും. ആ ഒരു 10 ബില്ല് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് ആ കളക്ട് ചെയ്ത് അതിന്റെ പുറകു വശത്ത് താങ്ക് യു പെയ്ഡ് അത് ഫീൽ ചെയ്തിട്ട് താങ്ക് യു പെയ്ഡ്, കാരണം നമ്മൾക്ക് അത് പെയ്ഡ് ചെയ്യാൻ കഴിഞ്ഞു. നമ്മൾ ബില്ല് കാണുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ഫീൽ ആണ്, നെഗറ്റീവ് ഇമോഷൻസ് ആണ് കടന്നു പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ റീപ്രോഗ്രാം ചെയ്യാനാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം മനസ്സിൽ ബില്ല് എന്ന് പറയുമ്പോൾ നമുക്ക് വിഷമവും പ്രയാസവും ഇനിയിപ്പോൾ അത് അടക്കണമല്ലോ എന്നുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരുന്നതെങ്കിൽ അതിനെ റീപ്രോഗ്രാം ചെയ്യും, അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് ബില്ലുകൾ അടക്കാനുള്ള അവസരങ്ങളും അതിനുള്ള പണം നമ്മളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള അത്തരത്തിലുള്ള തോട്ട്സ്, ബില്ലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ആ ഒരു ബന്ധം, ആ ഒരു എന്താ ഇമോഷനെ അതുമായി റീപ്ലേസ് ചെയ്യുക. അപ്പോൾ അതുമായിട്ടുള്ള ബില്ലുമായിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേ ചെയ്ത ഒരു 10 ബില്ല് എടുത്തിട്ട് അതിന്റെ പിറകു വശത്ത് താങ്ക് യു പെയ്ഡ്, താങ്ക് യു പെയ്ഡ്, താങ്ക് യു പെയ്ഡ് എന്ന്, അതായത് ഓരോന്നിന്റെ പുറത്ത് ഒരു തവണ എഴുതിയാൽ മതി. അങ്ങനെ ഒരു 10 ബില്ല് എടുത്തിട്ട് അതിന്റെ പുറകിലൊക്കെ താങ്ക് യു പെയ്ഡ് എന്ന് എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ബില്ല് ഉണ്ടാവില്ല, നമ്മുടെ കയ്യിൽ പണം ഇല്ല, പേ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ബില്ലുകളിൽ, പേ ചെയ്യാനുള്ള ബില്ലുകളിൽ താങ്ക് യു മണി, താങ്ക് യു മണി എന്നുള്ളതും അതുപോലത്തെ നിങ്ങൾ പേ ചെയ്യാനുള്ള ബില്ലില് അത് കയ്യിൽ ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ഓൾറെഡി പേ ചെയ്തതായിട്ട് ഫീൽ, താങ്ക് യു എന്നുള്ള ഫീൽ കൊടുത്തിട്ട് ആ ബില്ലിനെ നിങ്ങൾ ഒരു നമ്മളിലേക്ക് മണി അട്രാക്ട് ചെയ്യാനോ ആ ബില്ലിനോടുള്ള ബന്ധം സൃഷ്ടിക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ബന്ധം സൃഷ്ടിക്കാനുമാണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഏതൊരു റെലമിനെയും നമുക്ക് റീപ്രോഗ്രാം ചെയ്യാൻ പറ്റും, റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കണക്ട് ചെയ്താൽ മതി. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണം, കൂടുതൽ എന്താ സെഷൻസുകൾ അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നമ്മൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡേ 1 മുതൽ ഡേ 7 വരെയുള്ള വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്തിട്ട് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്താൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഈ പ്രാക്ടീസ് നമ്മളെ ലൈഫിൽ കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുത്താൻ പറ്റും. നമ്മൾ ഓരോ ദിവസം റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ മണി റിലേറ്റഡ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഡേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മോർണിംഗിൽ നമ്മൾ ചെയ്യേണ്ട പ്രാക്ടീസ്, നൈറ്റ് ചെയ്യേണ്ട പ്രാക്ടീസ്, ഹെൽത്തിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ നമ്മൾ ഓരോ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബില്ലുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ, നമ്മൾ ബില്ല് കാണുമ്പോൾ നമുക്ക്
ഓൾറെഡി വരിക നമുക്ക് നമ്മൾ പോലും അറിയാതെ അത്തരത്തിലുള്ള ഇമോഷനും ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രാക്ടീസ് കൊണ്ടുവരുന്നത്. ബില്ല് നമുക്ക് പെട്ടെന്ന് പേ ചെയ്യാനും നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ അതിന് ഗ്രേറ്റ്ഫുൾ ആവുക, അത് ബിൽ ചെയ്തതായിട്ടും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.